11-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നു. വഹാബിസം ആ ആശയം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ മുതലുണ്ട്. എന്താ ഇബ്നു തൈമിയ്യയുടെ വാദം? തൗഹീദ് രണ്ടെണ്ണം ഉണ്ട് എന്നാണ് വാദം. ഒന്ന് തൗഹീദ് റുബൂബിയ്യത്ത്, രണ്ട് തൗഹീദ് ഉലൂഹിയ്യത്ത്. അതിന്റെ മുമ്പ് തൗഹീദ് ഒന്നുള്ളൂ. നമ്മളെവിടെ ഉള്ളത്? തൗഹീദ് ഒന്നുള്ളൂ എന്നുള്ളടത്ത്. മനസ്സിലാകുണ്ടോന്ന് അറിയില്ല. ദുബായിൽ നമ്മളൊരു പ്രവർത്തകനുണ്ട്, ഒരു പൊതുവിശ്വാസിയായ നല്ലൊരു പ്രഭാഷകനും നല്ലൊരു പ്രവർത്തകനാണ്. അയാൾ എനിക്ക് ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, ഈ തൗഹീദ് രണ്ടെണ്ണം വിശാലായിട്ട് എന്താ നമ്മളെ മാർസിലൊന്നും പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഈ തൗഹീദ് രണ്ടെണ്ണം ഉണ്ട് എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് ചോദിച്ചു. തൗഹീദ് രണ്ടെണ്ണം ഉണ്ട് എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ് ആദ്യമായിട്ട്. അതിന്റെ മുമ്പ് ഇസ്ലാമിക ലോകത്ത് ആരും തൗഹീദ് രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. തൗഹീദ് ഒന്നേ ഉള്ളൂ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കുക, അള്ളാഹു ഇലാഹാണെന്ന് വിശ്വസിക്കുക. ഇബ്നു തൈമിയ്യ അത് രണ്ടാക്കി. ഒന്ന് തൗഹീദ് റുബൂബിയ്യത്ത്, പിന്നൊന്ന് തൗഹീദ് ഉലൂഹിയ്യത്ത്. റബ്ബായി അള്ളാഹുവിനെ വിശ്വസിക്കുക. റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലകൻ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിനെ വിശ്വസിക്കുക. രണ്ട് ഇലാഹായ അള്ളാഹുവിനെ വിശ്വസിക്കുക. ആരാധ്യൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക. എന്തിനാ രണ്ടെണ്ണാക്കിയത്? കുറെ ആൾക്കാർ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർക്ക് അള്ളാഹ് റബ്ബാണ് എന്നുള്ള വിശ്വാസമേ ഉള്ളൂ, ഇലാഹ് മമ്പർത്ത് തങ്ങളാണെന്ന് വിശ്വാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടാക്കി. കുറച്ചാൾക്കാരെ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താക്കേണ്ടതുണ്ടായിരുന്നു. അതിനൊരു വഴി കണ്ടുപിടിച്ചതാണ് തൗഹീദ് രണ്ടെണ്ണം ഉണ്ട് എന്നുള്ളത്. അത് ലോകത്താദ്യമായി ഏറ്റെടുത്ത ആളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാൾക്ക് തൗഹീദ് രണ്ടാണ്. അയാൾ ഒന്നും കൂടി കടന്നു പറഞ്ഞിട്ടുണ്ട്, രണ്ടും അല്ല മൂന്നുണ്ട് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒന്നും കൂടി ഉണ്ട്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറഞ്ഞൊരു തൗഹീദും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം? കുറച്ചാൾക്കാരും കൂടി പുറത്താക്കാണ്ടായിന്നെ. ഇബ്നു തൈമിയ്യ പുറത്താക്കിയിട്ട് മുഴുവൻ പോയിട്ടില്ല എന്ന് തോന്നി മൂപ്പർക്ക്. അപ്പൊ കുറച്ചാൾക്കാരും കൂടി പുറത്താക്കാണ്ടായിന്നെ. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇക്ബാല് പറഞ്ഞിട്ട്, KTK ഇക്ബാല്, നല്ല പ്രഭാഷകനൊക്കെ ആയിരുന്നു, മരണപ്പെട്ടു. നമ്മളെ നല്ല ഇബാദിന്റെ ഒക്കെ സജീവ പ്രവർത്തകനാണ്. ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, അള്ളാഹു മാഫറത്ത് കൊടുക്കട്ടെ. ഇക്ബാല് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ ഒരാളാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയും. അപ്പൊ ഒരാള് ഇങ്ങനെ വന്നിട്ട് മൂപ്പരോട് ചോദ്യം ചോദിച്ചു. അപ്പൊ തിരിച്ചു മൂപ്പര് ചോദ്യം ചോദിക്കുക, ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താന്നാണ് പ്രശ്നം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുകാരനുണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്. അള്ളാഹു സുബ്ഹാനഹു വേറൊരാളിനെയും കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുക, അത് വിശ്വസിക്കലാണ് ഷിർക്ക്. അല്ലാത്തത് ഷിർക്കാവൂല, ചിലപ്പം കുഫറാവും, റിദ്ദത്തുമാവും, ഷിർക്കാവൂല. ഷിർക്കാവണമെങ്കിൽ അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ മൊയ്യദ്ദീൻ ശൈഖും അള്ളയും ഒരേ മാതിരിയാണെന്ന് വിശ്വസിക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയാ, പ്രവർത്തിക്കുന്നതിനല്ല. അപ്പൊ ഷിർക്ക് വിശ്വാസത്തിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോ അയാൾ ചോദിച്ചു, അങ്ങനെയാണ് ഇപ്പൊ ലോകത്ത് ആരാ മുശ്രിക്കുകൾ ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പൊ ഇക്ബാല് ചോദിച്ചു, ലോകത്ത് കുറെ മുശ്രിക്കുകൾ ഉണ്ടാണെന്ന് എന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലാണ്, ലോകത്ത് കുറെ മുശ്രിക്കുകൾ ഉണ്ടായില്ലെങ്കിൽ പറ്റൂല. ആയി പെട്ടതാണ് തൗഹീദ് മൂന്നായെങ്കിലേ കുറെ സുന്നികള് മുശ്രിക്കായി കിട്ടുള്ളൂ എന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പൊ ആദ്യമായിട്ട് മൂപ്പര് തൗഹീദ് മൂന്നാക്കി. 11-ാം നൂറ്റാണ്ട്. 12-ാം നൂറ്റാണ്ടിലാണ് തബ്ലീഗ് ജമാഅത്ത് വരുന്നത്. വഹാബി പ്രസ്ഥാനത്തിന്റെ ദഅ്വാ വിഭാഗമായിട്ടാണ് തബ്ലീഗ് ജമാഅത്ത് വരുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് മുഹമ്മദ് ഇല്യാസി തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിക്കുന്നത്. ഒരു സംഗതി ഉണ്ടാക്കിയത് എന്തിനാന്നുള്ളത് പ്രധാനാണ്. അതെന്തിനാ ഉണ്ടാക്കിയെന്നുള്ളത് പ്രധാനല്ലേ, അല്ലാതെ കുപ്പായോ തലേക്കെട്ടോ താടിയോ അല്ല പ്രശ്നം. എന്താ പ്രശ്നം? അതെന്തിനാ ഉണ്ടാക്കിയത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വിഭാവനം ചെയ്യുന്ന രണ്ടാക്കിയ അല്ലെങ്കിൽ മൂന്നാക്കിയ തൗഹീദിന്റെ പ്രചരണത്തിനാണ് മുഹമ്മദ് ഇല്യാസി അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് അതിന്റെ പ്രശ്നം. ഓരോ സംഗതിയുടെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രശ്നം അതാണ്. 13-ാം നൂറ്റാണ്ടില് ജമാഅത്തെ ഇസ്ലാമി വന്നു.
സയ്യിദ് അബുൽ അഅ്ല മൗദൂദി വന്നു. രാഷ്ട്രമില്ലെങ്കിൽ, ഭരണമില്ലെങ്കിൽ ഇസ്ലാം സമ്പൂർണമാവുകയില്ല എന്ന വാദം, അതിനെയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അതിന്റെ മുമ്പില്ല. ഇവിടൊക്കെ നമ്മളെവിടെ നിന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ തുടർന്നു വരുന്ന യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നു. 14-ാം നൂറ്റാണ്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനാപരമായി ഉണ്ടായി. അതിന്റെ മുമ്പ് ആദർശപരമായുണ്ട്, ആശയപരമായുണ്ട്, വിശ്വാസപരമായുണ്ട്, കർമ്മപരമായുണ്ട്, സംഘടനാപരമായിട്ടുണ്ടായിരുന്നില്ല. സംഘടനാപരമായി 14-ാം നൂറ്റാണ്ടിലുണ്ടായി. AD 1926. അതായത് 1926 എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ട്. 1900 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തെയാണ് 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായി. എന്തിനുണ്ടായത്? ഉണ്ടായത് കേരള മുസ്ലിങ്ങളുടെ, ലോകത്ത് മലയാളികൾ താമസിക്കുന്ന എല്ലാ പ്രദേശത്തെയും മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടായത്. 1950-കൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് മദ്രസ ഉണ്ടാകുന്നത്. അതിന്റെ മുമ്പ് ആകെയുള്ളത് സമ്മേളനങ്ങളാണ്. 950-ലാണ് മദ്രസ ഉണ്ടാകുന്നത്. 926-ലാണ് സമസ്ത ഉണ്ടാകുന്നത്. 25 കൊല്ലം എന്താ ഉള്ളത്? സമ്മേളനം. ഓരോ കൊല്ലത്തിൽ സമ്മേളനം ഉണ്ടാവും. അതിന്റെ പുറമെ വേണ്ടോടത്തൊക്കെ പിന്നെയും സമ്മേളനം ഉണ്ടാവും. സമ്മേളനത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ തുടർന്നു വരുന്ന ഇസ്ലാമിന്റെ ആചാരങ്ങൾ എന്തൊക്കെയാണ്, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്, അതിന് എതിരെ വരുന്ന ശക്തികൾ ആരൊക്കെയാണ്, അവർക്കെതിരെയുള്ള തീരുമാനം എന്താണെന്ന് പരസ്യം ചെയ്യും. അതിനാണ് സമ്മേളനങ്ങൾ. 25 കൊല്ലം സമ്മേളനങ്ങളുടെ കാലഘട്ടമാണ്. 50-കൾക്ക് ശേഷമാണ് ആദ്യമായി മദ്രസ ഉണ്ടാകുന്നത്. ഞമ്മക്ക് വന്ന് സമസ്ത എന്ന് പറയുമ്പോ സാധാരണക്കാർക്കെങ്കിലും ഓർമ്മ വരെ മദ്രസയാണല്ലോ. അതിന്റെ മദ്രസ മോശാണെന്നല്ലേ ഈ പറഞ്ഞതിന് അർത്ഥട്ടോ. പക്ഷെ 25 കൊല്ലം മദ്രസ അല്ല. 25 കൊല്ലം എന്താ ഉള്ളത്? ഈമാന്റെ വയലല്ല. എന്താ ഉള്ളത്? ഈമാന്റെ വയല്. മുത്തുനബിനെ അംഗീകരിക്കണം, സ്വഹാബത്തിനെ അംഗീകരിക്കണം, സലഫുകളെ അംഗീകരിക്കണം, താബീങ്ങളെ അംഗീകരിക്കണം, സ്വാലിഹീങ്ങളെ അംഗീകരിക്കണം, മഹാന്മാരെ അംഗീകരിക്കണം, അവരെ പിന്തുടരണം. അതാണ് നമ്മുടെ രീതി എന്നതാണ് വയല്. നമ്മുടെ രീതിക്ക് കുറെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ രീതികൾക്ക് കുറെ പ്രത്യേകത ഉണ്ട്. ഇവിടെ കണ്ണിയത്തുസ്താദിനോട് ഒരിക്കൽ ഒരാൾ പോയിട്ട് ഒരു മഹല്ലേര് കണ്ണിയത്തുസ്താദിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഉത്തരേ പള്ളിക്ക് കുറെ ഭൂമിയുണ്ട്, അപ്പൊ ആ ഭൂമിയിൽ നിന്ന് കല്ല് വെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കല്ലിട്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വെട്ടുകല്ല്, ചെങ്കല്ല് വെട്ടിയെടുക്കാൻ പറ്റുമോ? അപ്പൊ കണ്ണിയത്തുസ്താദ് ചോദിച്ചു, അത് വെട്ടിയാ എന്താ കിട്ടുകയെന്ന് ചോദിച്ചു. അത് വെട്ടിയാ കായിട്ടു. പിന്നെന്ന് ചോദിച്ചു. പിന്നെ ഒന്നുമില്ല, കല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലം മണ്ണിട്ട് നിർത്തിയാൽ പിന്നെ ഉപയോഗിക്കുകയും ചെയ്യാം, സ്ഥലം ബാക്കിയും കിട്ടും എന്ന് പറഞ്ഞു. സ്ഥലത്തിന് കുഴപ്പമൊന്നുമില്ല, കല്ല് കിട്ടും, ആ കല്ലിന് പൈസയും കിട്ടും, സ്ഥലം ബാക്കിയും കിട്ടും എന്ന് പറഞ്ഞപ്പോ കണ്ണിയത്തുസ്താദ് പറഞ്ഞു, നിങ്ങൾ ആ മസല ചോദിക്കാന് ചെറുശ്ശേരി സൈനുദ്ദീൻ മൗലവിയുടെ അടുത്ത് പോയിക്കോളിയാറുണ്ട്. അങ്ങനെ ചെറുശ്ശേരി സൈനുദ്ദീൻ മൗലവിയുടെ അടുത്ത് പോയി. ചെറുശ്ശേരി ഉസ്താദ് നിങ്ങൾ കല്ലുവെട്ടിക്കോളി എന്ന് 10 കൊടുത്തു. കാരണം കല്ല് വെട്ടിയാൽ കായും കിട്ടും, സ്ഥലം പോണമില്ല, സ്ഥലം ബാക്കിയും കിട്ടും. കുറച്ച് മണ്ണിട്ട് കണ്ട് നിരത്തിയാല് കിട്ടിയ പൈസ ലാഭമായി, സ്ഥലം ഇവിടെ ബാക്കിയുണ്ടല്ലോ, കല്ലെട്ടിക്കോളിയാറ്. പിന്നെ കണ്ണിയത്ത് ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദിനെ കണ്ടപ്പോ ചോദിച്ചുത്തരേ, ഞങ്ങളടുത്തേക്ക് ഒരു മഹല്ലേരെ ഒരു മസലക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ, ഓലിങ്ങളടുത്ത് വന്നോ ചോദിച്ചു. ആ വന്നു. എന്റെ ഓല് പറഞ്ഞു ചോദിച്ചു, ഒരു പള്ളിന്റെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ. ഇത് മസല പറയല്ല കേട്ടോ, ഇത് കേട്ടുങ്ങാണ്ട് പള്ളിപ്പറമ്പ് പോയി കല്ലെട്ടരുതേ, അത് വേറെ കാദിയരോട് ചോദിച്ചിട്ട് വേണം തീരുമാനാക്കാൻ. ഞാനൊരു വിഷയം പറയാം. അതിനകത്ത് സാലിം വൈസി പ്രസംഗിക്കണം, പ്രത്യേകിച്ച് റിക്കാർഡ് ഉണ്ട്, അതിന്റെ കട്ടിങ് എടുത്തുങ്ങാണ്ട് പ്രചരിപ്പിച്ചുങ്ങാണ്ട് അവസാനം പിന്നെ പള്ളിപ്പറമ്പ് നമുക്ക് കല്ല് കെട്ടാൻ സാലിം വൈസിന്റെ 10 ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മുഫ്തി ഒന്നല്ല, ഞാൻ വയൽ തരണ ആളാ. വയലങ്ങനെ പറയും, അതിലിടക്കൊക്കെ ഓരോ തെറ്റുണ്ടാവും, ആയി കൂട്ടിയാൽ മതി. പറയണ മൊത്തം ശരിയാന്ന് വിചാരിക്കരുത്.
ഞാൻ എനിക്കറിയണമൊക്കെ ഇങ്ങനെ പറയാണ്, കുറെ എനിക്ക് അറിയാത്തത് ഉണ്ടാവും, പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 100% എടുക്കൊന്നും വേണ്ട. എന്തായാലും ഒരു സംഭവം പറയാം. ചെറുശ്ശേരി സ്ഥാനം കണ്ടപ്പോ ചോദിച്ചു, ഞാൻ ഒരു മഹല്ലേരങ്ങളത്തേക്ക് പറഞ്ഞയച്ചിരുന്നു, ഓല് വന്നോ ചോദിച്ചു. വന്നു പറഞ്ഞു. എന്തേ ചോദിച്ചു പറഞ്ഞു. ഓല് പള്ളിപ്പറമ്പെന്ന് കല്ലിട്ടെന്ന് ചോദിച്ചു. നിങ്ങൾ എന്തേ 10 കൊടുത്തു എന്ന് ചോദിച്ചു. വെട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. കല്ല് വെട്ടിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അതില് പറഞ്ഞു, അതതിന്റെ ശരിയായ മസല തന്നെയാണ്. പള്ളിപ്പറമ്പെന്ന് കായിട്ടെങ്കിൽ കല്ലിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിന്റെ വരുമാനം പള്ളിക്ക് എടുത്താൽ മതി. ഞാനത് പറയാൻ എന്താ വെച്ചാല്, ഇങ്ങളെ വാപ്പന്റെ ഉസ്താദാണ്. മൂപ്പര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു കൂട്ടര് വന്ന് ചോദിച്ചപ്പോ മൂപ്പരത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി എതിര് പറയണ്ടെന്ന് കരുതിയിട്ടാണ്. സംഗതി ശരിയല്ലേ? സംഗതി ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യൂല, ഉസ്താദിനെതിര് പറയില്ല. അപ്പൊ അതിന് വേറെ ആളത്തേക്ക് പറഞ്ഞയച്ചു. ഇത് നമ്മളെ ഒരു രീതിയാണ്. ആരെ രീതി? സമസ്തക്കാരെ ഒരു രീതിയാണ്. എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി തന്നെ പറയണമെന്ന് വിചാരിച്ചാല് പിന്നെ സമസ്തക്കാരനാവണ്ടല്ലേ, നമുക്ക് സ്വന്തം അഭിപ്രായമായിട്ടാണ് പോയാൽ പോരെ. സമസ്തക്കൊരു രീതി ഉണ്ട്, ആ രീതിക്കേ പോകുള്ളൂ. ചിലപ്പം ചില കാര്യമൊക്കെ തീരുമാനമായി വരാൻ 5 കൊല്ലമൊക്കെ കഴിയും. അതുവരെ ക്ഷമിക്കേണ്ടി വരും. എന്താ കാട്ടുക? അതിന് തയ്യാറുള്ളവർക്കേ സമസ്തക്കാരെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ തീരുമാനമാണെന്നാണ് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞത് ആൾക്കാര്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തെ മഹാനവർകൾ നിശ്ചയിച്ചിരുന്ന ഗവർണർമാരുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണല്ലോ. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ആൾക്കാർ പട്ടാളക്കാരാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പട്ടാളക്കാരാണ്. അവർ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് നിശ്ചയിച്ച ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, മാറ്റണമെങ്കിൽ വിചാരണ നടക്കണം എന്ന് പറഞ്ഞു. കുറ്റാരോപിതനായ ആളെ വിചാരണ നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആക്ഷേപവുമായി വന്ന ആൾക്കാർ പറഞ്ഞു, ഞങ്ങള് വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്, ഇപ്പൊ തന്നെ തീരുമാനം വേണം, അല്ലെങ്കിൽ കമ്മിറ്റി പിരിച്ചുവിട്ടാളി, ജനറൽ ബോഡി നടത്താനയക്കൂലെന്ന് പറഞ്ഞു വന്ന ആൾക്കാര്. ഉസ്മാൻ റളിയല്ലാഹു സമ്മതിച്ചില്ല. മൂപ്പര് പറഞ്ഞു, അത് പറ്റൂല, അഴിമതി ആരോപണമാണ്, സാമ്പത്തിക ആരോപണമാണ്. അതുകൊണ്ട് ആരോപണം ഉന്നയിക്കപ്പെട്ട ആളെ വിചാരണ ചെയ്യണം, തെളിവെടുപ്പുകൾ പൂർത്തിയാവണം, അതിനുശേഷമല്ലാതെ തീരുമാനമില്ല എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്യുന്നതിലേക്ക് അതെത്തി. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്യപ്പെടാണല്ലോ, ഇതാണല്ലോ തർക്കം. അതിനെയാണ് അൽ ഫിത്നത്തുൽ കുബ്ര എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഫിത്നയാണത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്.